വെൽക്കം ടു ദി വേൾഡ് ഓഫ് ഇംഗ്ലീഷ്. ഇറ്റ് ഈസ് മീ യാസർ ഫ്രം MS സൊല്യൂഷൻ. ഇനി എന്തിനു വേറെ സൊല്യൂഷൻ? നമ്മുടെ SLC പബ്ലിക് എക്സാമിന് ഉറപ്പാലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കോൺവെർസേഷൻ കംപ്ലീഷൻ. കോൺവെർസേഷൻ കംപ്ലീഷൻ ഇല്ലാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഇതുവരെ ഇംഗ്ലീഷിന്റെ കേസിൽ കടന്നു പോയിട്ടില്ല. അതുകൊണ്ട് ആദ്യമായി നമുക്ക് എന്ത് ചെയ്യാം, ഒരു കോൺവെർസേഷൻ കംപ്ലീഷൻ ഡിസ്കസ് ചെയ്യാം. എല്ലാവരും വളരെ ടെൻഷനോട് കൂടി കാണുന്ന ഒരു ഏരിയയാണ് കോൺവെർസേഷൻ കംപ്ലീഷൻ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിക്കൊണ്ട് നമുക്ക് നോക്കാം, നോക്കിക്കോളാം. ഒരു കോൺവെർസേഷൻ കംപ്ലീഷന്റെ ക്വസ്റ്റ്യൻ നെറേറ്റർ, അതായത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ പ്രിഫറൻസ് നാഷണൽ എന്നുള്ള ചാപ്റ്റർ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെറേറ്റർ, ഗുഡ് ഈവനിങ് മദാമേ. മദാമേ മാഡം എന്നാണ് അവിടെ കൊടുത്തുള്ള മദാമേ ഉദ്ദേശിക്കുന്നത് മാഡം എന്നാണ് കേട്ടോ. ഓക്കെ, then good evening, you are the one who are rang up me yesterday to apply for the tutoring job. നിങ്ങളാണോ ഇന്നലെ എന്നെ ട്യൂട്ടറിംഗ് ജോബിന് വേണമെന്ന് പറഞ്ഞ് വിളിച്ചത് എന്ന് ചോദിക്കുന്നത് ആര്? മാഡം ചോദിക്കുന്നുണ്ട്. മാഡം മദാമ എന്ന കൊടുത്തിട്ടുള്ളതെങ്കിലും മാഡം എന്നാണ് അത് വായിക്കട്ടോ. ഓക്കെ, സോ അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കേണ്ട സാധനം എന്താണ്? ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടാൽ നമ്മൾ റിയലൈസ് ചെയ്യേണ്ട കാര്യം അതെന്തായിരിക്കും? ഒന്നെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് ആയിരിക്കും, അല്ലെങ്കിൽ WH ക്വസ്റ്റ്യൻ ആയിരിക്കും, അതും അല്ലെങ്കിൽ എന്തായിരിക്കും, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇത് മൂന്നെണ്ണം എങ്ങനെ മനസ്സിലാക്കാം? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ യെസ് ഉണ്ടാവും, പക്ഷെ ഇവിടെ യെസ് ഉണ്ട്. പക്ഷേ യെസ് ഉണ്ടായോണ്ട് മാത്രം എസ്സറിന്റെ ക്വസ്റ്റ്യൻ ആയിക്കോണമെന്നില്ല, വേറൊരു സാധനം കൂടി അവിടെ നോക്കണം അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചോളാം, ഇവിടെ ഒരു കോമ കണ്ടോ, ഇവിടെ ഒരു കോമയുണ്ട്, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്, അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായി. ഈ ഒരു കോമ എപ്പോഴും എവിടെ വരികയോ, ക്വസ്റ്റ്യൻ ടാഗ് പറയുന്നതിന് മുന്നേ ആയിരിക്കും എന്ത് വരിക, ഒരു കോമ ഉണ്ട്. അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. ക്വസ്റ്റ്യൻ ടാഗ് ആണോ എന്നറിയാനുള്ള ഏക മാർഗ്ഗം അതെന്താണ്? അത് ക്വസ്റ്റ്യൻ ടാഗ് ആണെങ്കിൽ അതിന്റെ മുന്നേ ഒരു കോമ കണ്ടോ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അതൊരു ക്വസ്റ്റ്യൻ ടാഗ്. ഒരു കോമയും ഒരു ക്വസ്റ്റ്യൻ മാർക്കും കണ്ടാൽ അതിന് മിഡിൽ ഒരു സാധനം പൂരിപ്പിക്കാനുണ്ടെങ്കിൽ അതെന്തായിരിക്കും? അത് ക്വസ്റ്റ്യൻ ടാഗിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. നോക്കാം എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഓക്സിലറി എടുക്കണം. ഓക്സിലറി ആരാ? ഓക്സിലറി എന്ന് പറയുന്നത്, ഇവിടെയുള്ള ഓക്സിലറി എന്ന് പറയുന്നത് ആറാണ്. ആരാണ് ഓക്സിലറി? ആറാണ്. ആറ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കാം. നമുക്ക് അവിടെ കിട്ടിയിട്ടുള്ള ആറ് എന്താണ്? ആറ് പോസിറ്റീവ് ആണ്. സോ നമ്മൾ അതിനെ എന്താക്കണം? നമ്മൾ അതിനെ നെഗറ്റീവ് ആക്കണം, ആറിൻ്റെ ആക്കണം. സബ്ജക്റ്റ് ആരാ? സബ്ജക്റ്റ് യു. സോ ദ ആൻസർ ഈസ് ആർ ഇൻറ്റു യു. അങ്ങനെയാണ് അവിടെ ആൻസർ ചെയ്യുക. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഒരു കോമയും ക്വസ്റ്റ്യൻ മാർക്കും കണ്ടാൽ മക്കളെ പെട്ടെന്ന് സെൻസ് ചെയ്യണം. ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ ടാഗ്. അത് ക്വസ്റ്റ്യൻ ടാഗിന്റെ ക്വസ്റ്റ്യൻ ആണ്. ദെൻ രണ്ടാമത്തെ നോക്കാം. യെസ് മാം, അതെ എന്ന് പറയുന്നുണ്ട്. ഇനി പിന്നെ പറയുന്നത് എന്താണ്? മൈ ഡോട്ടർ നീഡ്സ് ഹെൽപ്പ് വിത്ത് ഫ്രഞ്ച്. എൻ്റെ മകൾക്ക് ആരെ ഹെൽപ്പ് വേണം? ഒരു ഫ്രഞ്ചിൻ്റെ ഹെൽപ്പ് വേണമെന്ന് പറയുന്നുണ്ട്. ബട്ട് ഐ ആം സോറി എന്നൊക്കെ പറയാം. അത് രണ്ടാമത്തെ കേസാണ്. നമുക്ക് വേണ്ടത് ഫുൾ സ്റ്റോപ്പ് വരെയുള്ള സാധനം എന്താ? എൻ്റെ മകൾക്ക് എന്ത് വേണം? ഒരു ഫ്രഞ്ചിൻ്റെ ഹെൽപ്പ് വേണം. അപ്പോൾ തീർച്ചയായിട്ടും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ഞാൻ നിങ്ങൾക്ക് എന്താണ് ചെയ്തു തരേണ്ടതെന്നായിരിക്കും. യെസ്, ഒരു WH ക്വസ്റ്റ്യൻ നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? യെസ്, നമ്മൾ എന്ത് ചെയ്യണടാ? വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? ഞാൻ നിങ്ങൾക്ക് എന്താണ് ചെയ്തു തരേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ പറയുന്ന കാര്യം എന്താ? മൈ ഡോട്ടർ നീഡ്സ് ഹെൽപ്പ് വിത്ത് ഫ്രഞ്ച്. എൻ്റെ മകൾക്ക് എന്ത് ചെയ്യണം? ഒരു ഫ്രഞ്ചിന്റെ ഹെൽപ്പ് വേണം, ഫ്രഞ്ചുകാരൻ്റെ ഹെൽപ്പ് വേണം, ഫ്രഞ്ച് ടീച്ചറുടെ ഹെൽപ്പ് വേണമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ബട്ട് ഐ ആം സോറി ഇഫ് യു വർ യൂറോപ്യൻ. നിങ്ങൾ യൂറോപ്യൻ ആയിരുന്നെങ്കിൽ ഈ ഫ്ലോസ് വന്നു ഒരു കണ്ടീഷൻ പറയാനുണ്ട്. നിങ്ങൾ യൂറോപ്യൻ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യും? ഐ വുഡ് സെലക്റ്റഡ് യു. വുഡ് ഹാവ് പറയാം. വുഡ് ഹാവ് വന്ന് എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും എന്താക്കണം? വീത്തയാക്കുന്ന പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇഫ് യു വർ യൂറോപ്യൻ, ഇതിന് 2-3 ആൻസർ ചെയ്യാൻ പറ്റുമോ? ഈ ക്ലോസ് വരുന്ന സമയത്ത് നമുക്ക് ആൻസർ കൃത്യമായിട്ട് നോക്കാം. ഇഫ് യു വർ യൂറോപ്യൻ, നിങ്ങളൊരു യൂറോപ്യൻ ആയിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് സെലക്റ്റഡ് യു. ഞാൻ അല്ലെങ്കിൽ ഐ വുഡ് സെലക്ട് യു എന്ന് പറയാം, അല്ലെങ്കിൽ ഐ വുഡ് ഹാവ് സെലക്റ്റഡ് യു എന്നും പറയാം കേട്ടോ. ഐ വുഡ് ഹാവ് സെലക്റ്റഡ് യു, ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ സെലക്ട് ചെയ്യുമായിരുന്നു. അത് ഈ ക്ലോസ് ആണ്. സോ അതിനുശേഷം ഹയർ ഓൺലി യൂറോപ്യൻസ്, നിങ്ങൾ യൂറോപ്യൻസിനെ മാത്രമേ ഹയർ ചെയ്യുള്ളൂ. ഡസ് ബീങ് യൂറോപ്യൻ റിയലി മാറ്റർ? ഒരു യൂറോപ്യൻ ആവാന്നുള്ളതൊക്കെ ഒരു കാര്യമാണോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും യൂറോപ്യൻ ആവാന്നുള്ളത് എൻ്റെ മക്കളുടെ കാര്യത്തിൽ എന്താണ്? അതെനിക്കൊരു കാര്യമാണെന്ന് പറയുന്നുണ്ട്. ഐ ഹാഡ് ബെറ്റർ വരുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് എന്താണ്? ഹാഡ് ബെറ്റർ പ്ലസ് V1 ആണ് വരുന്നത്. സോ ഇനി നെഗറ്റീവ് വരികയാണെങ്കിൽ ഹാഡ് ബെറ്റർ പ്ലസ് നോട്ട് പ്ലസ് V1 ആയിരിക്കും. അപ്പോൾ എന്താ വരിക? അപ്പോൾ ഓഫ് കോഴ്സ് എൻ്റെ മകൾക്ക് തീർച്ചയായിട്ടും ഒരു യൂറോപ്പിൻ്റെ ക്ലാസ് തന്നെ വേണം. അപ്പോൾ ഐ ഹാഡ് ബെറ്റർ നോട്ട് ഐ ആം നോട്ട് റെഡി കേട്ടോ. ഐ ഹാഡ് ബെറ്റർ നോട്ട് റിസ്ക് മൈ ചൈൽഡ്സ് എഡ്യൂക്കേഷൻ. ഞാൻ എൻ്റെ കുട്ടിയുടെ എഡ്യൂക്കേഷനിൽ റിസ്ക് എടുക്കാൻ തയ്യാറല്ല. എഡ്യൂക്കേഷൻ. ഞാൻ എൻ്റെ ഹാഡ് ബെറ്റർ വന്നാൽ ഹാഡ് ബെറ്റർ നോട്ട് പ്ലസ് V1 എപ്പോഴും ബേസ് വെർബ് ആയിരിക്കും. ഇതിന് കൂടെ യൂസ് ചെയ്യുക, ഹാഡ് ബെറ്ററിന് കൂടെ യൂസ് ചെയ്യുക. ഐ ഹാഡ് ബെറ്റർ നോട്ട് റിസ്ക് മൈ ചൈൽഡ് എഡ്യൂക്കേഷൻ. ഓക്കെ, അപ്പോൾ
ദാറ്റ് ഈസ് അൺഫെയർ മാഡം, അത് ഭയങ്കര അൺഫെയർ ആണ്. ഐ ആം വെൽ ക്വാളിഫൈഡ്, ഹാവ് യു ഡിഗ്രി ഇൻ ഫ്രഞ്ച്, എനിക്ക് എന്തുണ്ട് ഡിഗ്രിയിൽ എന്താണ് ഫ്രഞ്ചിൽ ഡിഗ്രി ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഹൗ വിൽ ഐ മെസ് അപ്പ് ചൈൽഡ് എഡ്യൂക്കേഷൻ, എനിക്ക് എങ്ങനെ നിങ്ങൾക്ക് അതായത് എൻ്റെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള സാധനം എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയാൻ കേട്ടോ. ദെൻ മാഡം പറയാം ഐ ആം സോറി യു ഹാഡ് ബെറ്റർ ലീവ്, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ദയവായി പോകണം, ഞാൻ എനിക്ക് എൻ്റെ മക്കളെ ഒരു നോൺ യൂറോപ്യനെ കൊണ്ട് പഠിപ്പിക്കാൻ താല്പര്യമില്ല, ഞാൻ നോക്കുന്ന എന്താണ് യൂറോപ്യൻസിനാണെന്ന് പറയുന്നുണ്ട്. കൃത്യമായിട്ട് ഇതിൻ്റെ ആൻസർ ഇങ്ങനെയാണ് വരുന്നത്. എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്? ഒന്നാമത്തെ ആൻസർ എന്ന് പറയുന്നത് കൃത്യമായിട്ട് നോക്കിക്കോ. ഒന്നാമത്തെ ആൻസർ എന്താണ്? ഒരു ക്വസ്റ്റ്യൻ ടാഗ് ആണ്, ക്യൂ ടാഗ് ആണ്. രണ്ടാമത്തേതൊരു WH ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തേതൊരു ഈഫ് ക്ലോസ് ആണ്. നാലാമത്തേതൊരു ഹാഡ് ബെറ്റർ കേട്ടോ. നാലാമത്തേത് ഹാഡ് ബെറ്ററിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് നമ്മുടെ കോൺവെർസേഷൻ കംപ്ലീഷന്റെ ക്വസ്റ്റ്യൻ. ഇനി ഈ വരുന്ന നമ്മുടെ SLC എക്സാമിന് നാളെ നടക്കാൻ പോകുന്ന SLC എക്സാമിന് ഏത് കോൺവെർസേഷൻ കംപ്ലീഷൻ ചോദിക്കും, അല്ലെങ്കിൽ കോൺവെർസേഷൻ കംപ്ലീഷന്റെ വേറെ എന്തൊക്കെ മെത്തേഡ്സിലാണ് ക്വസ്റ്റ്യൻ വരാറുള്ളത് എന്നുള്ള ഡൗട്ടുള്ള മക്കളുണ്ടെങ്കിൽ ഇന്ന് രാത്രി ലൈവിന് വന്ന മക്കളെ നമ്മൾ അവിടെ അടിച്ചു പൊളിച്ച് പറഞ്ഞൊരു ഏതൊക്കെ രൂപത്തിലാണ് ക്വസ്റ്റ്യൻ വരിക മുഴുവൻ കാര്യങ്ങളൊക്കെ അധികം സെറ്റാക്കി തരാൻ വേണ്ടിയിട്ട് ഇന്ന് രാത്രി ലൈവിലേക്ക് വരുന്നുണ്ട്. എല്ലാവരും അവിടെ വന്നോ, ഇപ്പോൾ തന്നെ ലിങ്കിൽ കയറിയിട്ട് എന്ത് ചെയ്തോ അത് സെറ്റാക്കിയിട്ട് ലൈക്ക് ചെയ്ത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം മക്കളെ. ചാച്ചാ ബൈ ബൈ, സീ യു.